ഹലോ നമസ്കാരം. അങ്ങനെ നമ്മുടെ മഴതോരം മുമ്പ് എന്ന സീരിയലിലെ അലീനയുടെയും മണിശങ്കറിൻ്റെയും ഇന്നത്തെ കഥ കേട്ടാലോ. അങ്ങനെ നമ്മുടെ ഹരിശങ്കർ നമ്മുടെ രഞ്ജിനിയോട് കവിതയുടെ ചുറ്റുകളിലെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ രഞ്ജിനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. എങ്കിലും സൂത്രത്തിൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അറിഞ്ഞു കൊടുക്കാമെന്നുള്ള കാര്യം നമ്മുടെ ഹരിശങ്കറിനോട് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ രഞ്ജു റൂമിലോട്ട് കയറുമ്പോൾ ബബിത നമ്മുടെ അമ്മലുമായിട്ടൊന്ന് ഫോണിൽ ചാറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സൂത്രത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ, സംസാരിക്കാറുണ്ടോ എന്നൊക്കെ നമ്മുടെ രഞ്ജു ബബിതയോട് ചോദിക്കുകയാണ്. അപ്പം നിനക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരാളുണ്ട്. അപ്പം നമ്മുടെ ബബിതയും അമലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അവൻ ജോലി വല്ലതും ഉള്ളവനാണോ, എവിടെ ഉള്ളവനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇപ്പോൾ ആയിട്ടില്ല. അവൻ്റെ അച്ഛൻ്റെ ഫ്രൂട്ട്സ് കടയിലാണ് അവന് ജോലി. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഇടയ്ക്കൊക്കെ പോവും. അപ്പം നാളെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. നാളെ ഞങ്ങൾ പുറത്ത് പോവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അത്യാവശ്യം നമ്മുടെ രഞ്ജുവിന് ഹരിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നമ്മുടെ ഹരിയോട് ചെന്ന് രഞ്ജു പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെയാണല്ലേ, നാളെ അവൾ പുറത്ത് പോകുന്നുണ്ട്, എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ഹരിശങ്കർ ഇങ്ങനെ ആലോചിക്കുകയാണ്. നാളെ പോകുന്ന സമയത്ത് അവൾക്കിട്ട് പണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും നമ്മൾ ഹരിശങ്കർ നല്ല വഴിയൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ എന്തോ നമ്മുടെ ബബിതയ്ക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഹരിശങ്കർ തയ്യാറെടുത്തിരിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിറ്റേ ദിവസം നമ്മുടെ ബാലചന്ദ്രനോട് അലീന ചോദിക്കുകയാണ്, അച്ഛാ ഹോസ്പിറ്റലിൽ പോകുമ്പം ഞാനും കൂടി വന്നോട്ടെ എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമുണ്ടോ മോളേന്ന് നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നു. അതച്ഛാ എനിക്ക് അമ്മയെ കാണണം, അമ്മ സുഖമില്ലാതെ കിടക്കുമല്ലേ, നീ പോയി കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൾക്ക് നിന്നെ കണ്ടുകൂടാ. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് നാവും സംസാരിക്കാൻ തുടങ്ങിയല്ലോ, അപ്പോൾ അവൾ എന്തൊക്കെ പറയുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയും. സാരമില്ല അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ അമ്മയില്ലേ എന്ന് പറയുന്നു. എന്തായാലും അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കുമല്ലേ, ഞാൻ നോക്കിക്കോളാം. നീ നോക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ അതൊന്നും അവളുടെ കൺമുന്നിൽ കാണില്ല. അവൾ എത്രത്തോളം നിന്നെ വിഷമിപ്പിക്കാവോ അതേ രീതിയിൽ സംസാരിക്കത്തുള്ളൂ എന്ന് പറയും. അതൊന്നും സാരമില്ല അച്ഛാ, എന്നാലും എനിക്ക് അമ്മയെ ഒന്ന് കാണണം. വൈജ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അലീനയുടെ മനസ്സിൽ നമ്മുടെ വൈജ സ്വന്തം അമ്മയാണെന്നറിയാം. അപ്പോൾ ആ ഒരു സ്നേഹവും ഇഷ്ടവും എപ്പോഴും അലീനയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയും, ശരി നിനക്ക് ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ. പോകാനുള്ള അനുമതിയും നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അലീന ഹോസ്പിറ്റലിലോട്ട് വന്നപ്പം നമ്മുടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സിസ്റ്റർ പറയുന്നു, അധികം സംസാരിപ്പിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ അലീനയെ കണ്ടത് നമ്മുടെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ്. വൈജയന്തി ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ നോക്കുന്നു. അപ്പോൾ നമ്മുടെ അലീന നമ്മുടെ വൈജയന്തിയോട് സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പം എന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. വേദനയൊക്കെ കുറവുണ്ടോ, സുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിന്നോട് ആരാ എന്നെ കാണാൻ പറഞ്ഞത്, നിന്നെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ വൈജയന്തി അലീനയോട് ഷൗട്ട് ചെയ്യുകയാണ്. പിന്നെ നീ എന്നെ എൻ്റെ മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിയതിന് ശേഷം അവിടെ സൂക്ഷിച്ച് താമസിക്കാമെന്നല്ലേ കരുതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ വൈജയന്തി അലീനയോട് നല്ലോണം ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നു, എന്തിനാ മേഡം എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, നീ എന്താ ചെയ്തതെന്ന് നീ എങ്ങനെയുള്ളതാണെന്നും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി, അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ പറയുന്നു. ഇങ്ങനെയൊന്നും പറയരുത് മേഡം, മേഡത്തിന് തീരെ വയ്യാതിരിക്കും, എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം, നിൻ്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് വൈജയന്തി പറയുന്നു. മേഡം അങ്ങനെയൊന്നും പറയരുത്, എന്തൊക്കെ വന്നാലും അവസാന കാലം വരെ ഞാൻ മാത്രമേ മേഡത്തിൻ്റെ കൂടെ കാണൂ, ഇത്രയ്ക്കായാലും എൻ്റെ അമ്മയില്ലേ എന്ന് പറയും. നിൻ്റെ അമ്മയോ, ആര് ഞാനോ, അല്പമെങ്കിലും ഉളിപ്പുണ്ടോടി നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാനെന്ന് നമ്മുടെ വൈജയന്തി അലീനയോട് ചോദിക്കുന്നു. പറയാം, നീ കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് പിന്നെയും നമ്മുടെ അലീനയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയിലുള്ള നഴ്സ് വന്ന് പറയുന്നു, അധികം സംസാരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോഴത്തേക്ക് അലീനയൊന്നും മിണ്ടാതെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് അലീന പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ബബിത അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ ബബിത അറിയാതെ നമ്മുടെ ഹരിശങ്കർ ബബിതയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് മുമ്പോട്ട് നടന്ന സമയത്ത് ബബിത അവിടെ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ അമൽ വരുന്നുണ്ട്. അമലിൻ്റെ കൂടെ ബബിത ബൈക്കിൽ കയറി പോവുകയാണ്. ഇവരെ അറിയാതെ ഇവരെ നമ്മുടെ ഹരിശങ്കർ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത് ഇവർ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് ഇവർ വലിയ ആൾബഹളമൊന്നും ഇല്ലാത്ത ഒരു വീട്ടിലോട്ട് കയറി പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണല്ലേ ഇവളുടെ ഷട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവർ റൂമിനകത്തോട്ട് കയറിപ്പോയി അപ്പോഴത്തേക്ക് ഇവളാൾ കൊള്ളാമല്ലോ, ഇവളെന്നെയും കടത്തി വിട്ടു എന്നൊക്കെ നമ്മുടെ ഹരിശങ്കർ പറയുന്നു. അങ്ങനെ ഇവരങ്ങോട്ട് കയറി പോകുന്നതും വീഡിയോയും ഫോട്ടോസും എല്ലാം നമ്മുടെ ഹരിശങ്കർ എടുത്തു വെക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ബബിതയൊന്നും അറിയുന്നില്ല.
അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഈ ഹരിശങ്കർ തിരിച്ചു വരികയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബബിത തിരിച്ച് കൊല്ലപ്പള്ളിയിലോട്ട് വരുന്നുണ്ട്. കൊല്ലപ്പള്ളിയിലോട്ട് വന്നതിന് ശേഷം ഹരിശങ്കർ ചോദിച്ചു, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു? പോയായിരുന്നു. നീ ഹോസ്പിറ്റലിൽ പോയായിരുന്നില്ലേ? പോയായിരുന്നു. ഇപ്പം നീ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഓണായി കാണിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത ഞെട്ടുവാണ്. അമിത്തും നമ്മുടെ ബബിതയും കൂടി ബൈക്കിൽ പോയതും പിന്നെ വീട്ടിലോട്ട് കയറി ചെന്നതും ഉള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മുടെ ഹരിശങ്കറിൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഇത് കണ്ടപ്പം ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബബിത ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ, ഇത് ആരുടെടുത്തും പറയില്ലേ ഹരിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിശങ്കറിൻ്റെ കാലിൽ വീഴുകയാണ്. ശരി, ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണമെന്ന് പറഞ്ഞ് ബബിതയ്ക്ക് പറയുന്നു. ഹരിയേട്ടൻ പറയുന്ന പോലെ ഞാൻ എന്തും അനുസരിക്കാം, ഇതൊന്നും ആരോടും പറയരുത് എന്ന് പറയും. എങ്കിൽ ശരിയെന്ന് പറയും. അപ്പം നമ്മുടെ ഹരിശങ്കറിന് ഒരു അവസരം വീണ് കിട്ടിയത് ഹരിശങ്കറിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ഇവളെ വെച്ച് കുറച്ച് കാശുണ്ടാക്കാം, കുറച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ബാക്കി നമ്മുടെ ഹരിശങ്കറിൻ്റെയും ബബിതയുടെയും അലീനയുടെയും ഹരിശങ്കറിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. അവസാനിപ്പിക്കുന്നു. ഓക്കേ.